ഹലോ ഫ്രണ്ട്സ്, വിഷ് യു ഹാപ്പി ഡേ ടു ഓൾ. ഓക്കെ, ഇന്ന് ഞാൻ വന്നത് ഒരു ചെറിയൊരു സംഭവം പറയാൻ വേണ്ടിയാണ്. ഒരു ടൈം പാസ്. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ദിവസവും കാണുന്ന റൊട്ടൈനാണ്. കുട്ടികൾ, അതായത് കോളേജിലെല്ലാം പഠിക്കുന്ന കുട്ടികൾ ഒരു ബാഗും തൂക്കി വരും. അവരുടെ എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമായിട്ട്, അതായത് പ്രാക്ടിക്കലോ അല്ലെങ്കിൽ സിലബസിലുള്ള ഒരു ഭാഗമാണല്ലോ അത്, പ്രൊഡക്റ്റെല്ലാം പരിചയപ്പെടുത്തുക, അതിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ അതിൽ ഭൂരിഭാഗവും എനിക്കറിയാം, വെറുതെ പറയുന്നതാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും അവരെ നിരുത്സാഹപ്പെടുത്തരുത്. നിങ്ങൾ സാധനം വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. കഴിയുന്നത് മാക്സിമം എന്തെങ്കിലും ചെറിയൊരു സംഭവം വാങ്ങാൻ നല്ലതാണ്. കാരണം അവരെല്ലാം വയറ്റിൽ പഴപ്പിനുള്ള ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് കറക്റ്റായിരിക്കും. BBM BBA കോഴ്സിലൊക്കെ ഉള്ളവർക്ക് ഇത് ഒരു സിലബസിലുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു പ്രോഗ്രാം. ഓക്കെ, ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വെറും സ്ത്രീകൾ മാത്രമാണെങ്കിൽ നിങ്ങൾ മാക്സിമം വാതിൽ തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം അറ്റൻഡ് ചെയ്യാനും പാടുള്ളൂ. അത് നമ്മുടെ സെക്യൂരിറ്റി റിസ്ക്. ഓക്കെ, അടുത്തതായി ഒരു സംഭവം പറയാം. അതായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് എൻ്റെ വീട്ടിൽ ഇതേമാതിരി ഒരു ബാഗ് തൂക്കിയ ഒരാൾ വന്നു. ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ഒന്നുമല്ല, കോളേജ് സ്റ്റുഡൻറ്റ്, നോർമൽ ഒരാൾ, വിൽപ്പനയ്ക്ക് സാധനം വിൽക്കാൻ വേണ്ടി. ഞാൻ പോയി എന്താണെന്ന് ചോദിച്ചു. അയാൾ ബാഗ് തുറന്ന് എനിക്കൊരു ഒരു ചെറിയ കുപ്പി, അതായത് കപ്പ് സിറപ്പിൻ്റെ ഒരു കുപ്പി എടുത്ത് കാണിച്ചു. അപ്പോൾ കപ്പ് സിറപ്പിൻ്റെ കുപ്പി നിങ്ങൾക്ക് എവിടെ കാണപ്പോൾ ഏത് വീട്ടിൽ പോയാലും ജനൽപ്പടീൻ്റെ മുകളിൽ 3-4 ഐറ്റം പെർമനൻ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പല വീട്ടിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ കപ്പ് സിറപ്പിൻ്റെ കുപ്പി, അത് 20 കൊല്ലം മുമ്പ് 2 കുപ്പി അവിടെ കാണും. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തരുന്ന ഗുളികേൻ്റെ ചെറിയ വൈറ്റ് കവർ 2 കാണും. അതുകൂടാതെ അമ്പലത്തിൽ കിട്ടുന്ന ആ ഇല, അതിനകത്തൊരു തെച്ചി, ഇന്നൊരു കഷ്ണവും ചെറിയൊരു ചന്ദനവും അതിൽ കാണും. ഇതവിടെ നോർമൽ നമ്മളെ വീട്ടിൽ കാണുന്നത്. ഓക്കെ, അങ്ങനെ ഇവർ വന്ന് എന്നോട് പറഞ്ഞു, സർ ഇത് കപ്പ് സിറപ്പാണ്, ഇത് കഴിച്ചാൽ, ഇത് രാവിലെ ഒരു സ്പൂണ് വൈകുന്നേരം ഒരു സ്പൂണ് ചോറ് വെള്ളത്തിൽ കഴിച്ചാൽ നിങ്ങളുടെ ചുമ പെട്ടെന്ന് നിൽക്കും. അപ്പം ഞാൻ പറഞ്ഞു, സഹോദര എനിക്ക് ചുമയില്ലല്ലോ. അപ്പോൾ അയാൾ ഉടനെ പറഞ്ഞു, വേറൊരു കപ്പ് സിറപ്പ് എടുത്ത് പറഞ്ഞു, സർ നിങ്ങൾ രാവിലെ ഒരു സ്പൂൺ ഇത്, വൈകുന്നേരം ഒരു സ്പൂൺ തണുത്ത വെള്ളത്തിൽ കുടിക്കുക. അപ്പം നിങ്ങൾക്ക് ചുമ സ്റ്റാർട്ടാവും. ഒരു 2 മണിക്കൂറുള്ള ചുമ സ്റ്റാർട്ടാവും. ആ ചുമ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞ ആ കപ്പ് സിറപ്പ് ഒരു സ്പൂൺ ചൂടുവെള്ളത്തിൽ കുടിച്ചാൽ നിങ്ങളെ ചുമ നിൽക്കും. അത് കേട്ടോ പെട്ടെന്നുള്ള എന്തോ ഒരു കാര്യത്തിന് യെസ് 2 ഓരോ കുപ്പി വാങ്ങി. 100 രൂപ, ടോട്ടൽ 100 രൂപ ആയിട്ടുള്ളൂ. അവർ പോയി. അത് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എന്തിനാണ് ഈ പണി ചെയ്തത്? വിളിച്ചു വരുത്തിയിട്ട് പോ എന്ന് പറയുന്ന മാതിരി ആയില്ലേ പരിപാടി. കറക്റ്റാ? ഇതെല്ലാവർക്കും സംഭവിക്കും. ഇപ്പോൾ ഞാൻ ഒരു സ്കൂൾ കഥ കേട്ടിരുന്നു. നമ്മളെന്തോ ചിന്തിച്ചൊരിക്കും. സ്കൂൾ മാഷ് ഒരു കുട്ടിയോട് ചോദിച്ചു, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവിൻ്റെ പേര് പറയും. ആ കുട്ടി ഫസ്റ്റ് എണീച്ച് പറഞ്ഞു, തവള സാർ. ഗുഡ്, ഇരിക്കാൻ പറഞ്ഞു. അടുത്ത കുട്ടിയോട് ചോദിച്ചു, മറ്റൊരു ജീവിൻ്റെ പേര് പറയേ. കുട്ടി പറഞ്ഞു, മറ്റൊരു തവള സാർ. യെസ്, സിറ്റ് ഡൗൺ. മാഷിക്ക് അത് പെട്ടെന്നൊരു അതുമാതിരിയുള്ള അബദ്ധങ്ങൾ പലർക്കും പറ്റാറുണ്ടല്ലേ. ഓക്കെ, താങ്ക് യു.